തുടർ പ്രവർത്തനത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തവയിൽ അസ്ഥികൂടത്തിന്റെ ധർമ്മങ്ങളിൽ പെടാത്തതേത്? ഏതാണ്? ആകൃതി നൽകുന്നു, ഉറപ്പ് നൽകുന്നു, സംരക്ഷണം നൽകുന്നു, ഊർജം നൽകുന്നു. ഇതിൽ ഏതാണ് അസ്ഥികൂടത്തിന്റെ ധർമ്മത്തിൽ പെടാത്തത്? ഊർജം നൽകുന്നു അല്ലേ. അസ്ഥികൾ ഊർജം നൽകുന്നുണ്ടോ അസ്ഥികൂടം? ഇല്ല അല്ലേ. ഇനി അടുത്തത് നോക്കാം. ശരിയായവ തമ്മിൽ വരച്ച് യോജിപ്പിക്കുക. ഒന്നാമത്തത് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി, രണ്ടാമത്തത് വിജാഗിരി സന്ധി, മൂന്നാമത് പിവറ്റ് സന്ധി. രണ്ടാമത്തെ ഭാഗം നോക്കാം. ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാനുള്ള കഴിവ്. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുവശത്തേക്കും തിരിയുന്നു. ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഇരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. ഇതിൽ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയിൽ ഏതാണ് വരിക? ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. അതിന് രണ്ടാമത്തതാണ് വിജാഗിരി സന്ധി. വിജാഗിരി സന്ധിയിൽ എന്താണ് വരുന്നത്? എന്താണ്? ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥികളാണ് വിജാഗിരി സന്ധി അല്ലേ. ഇനി പിവറ്റ് സന്ധി നോക്കാം. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുവശത്തേക്കും തിരിയുന്നു. എന്താണ്? ഒരസ്ഥി മറ്റൊന്നിൽ ഇരുവശത്തേക്കും തിരിയുന്നു. അടുത്ത ചോദ്യം നോക്കൂ. അസ്ഥികളുടെ ആരോഗ്യത്തിന് ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? വൈറ്റമിൻ ഡിയും കാൽസ്യവും അടങ്ങുന്ന വസ്തുക്കളാണ് നമ്മൾ എല്ലിൻ്റെ ഒക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് അല്ലേ. എന്തൊക്കെയാണവ? മുട്ട, പാല്, ഇലക്കറി, മത്സ്യം, കൂണ്, ബട്ടർ ഒക്കെ അല്ലേ. നോക്കൂ. ഫുട്ബോൾ കളിക്കിടയിൽ നിങ്ങളുടെ കൂട്ടുകാരൻ വീണ് കൈക്ക് ഒടിവ് പറ്റി. നിങ്ങൾ എന്ത് പ്രഥമ ശുശ്രൂഷ നൽകും എന്നാണ് ചോദ്യം അല്ലേ. എന്താണ് നൽകുക? ആദ്യം അവിടെ കൈ പൊട്ടിയ ഭാഗം അനക്കാതെ ശ്രദ്ധിക്കും. ശേഷം അവിടെ എന്താകും? സ്പ്ലിന്റ് വെച്ച് കെട്ടും അല്ലേ. ശേഷം ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും.